ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. ആദ്യം ഞാൻ പഴം വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്, പഴവും മുട്ടയും വെച്ചിട്ട്. പഴം ഞാനിതാ തൊലിയെല്ലാം കളഞ്ഞിട്ട് 3 ഭാഗങ്ങളാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പഴത്തിൻ്റെ നടുവിലായിട്ട് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ, ഹോളാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാ പഴവും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കലാണ്. ഇനിയിപ്പം ഞാനിതാ മുട്ട പൊട്ടിച്ചൊയ്ക്കലാണ് ഒരു ബൗളിലേക്ക്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2-3 ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മുട്ട നല്ലോണം ബീറ്റാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ഉന്നക്കായെല്ലാം റെഡി ആക്കൂലേ, അതുപോലെ തന്നെയാണ്. ഇനിയിപ്പം നമ്മൾ റെഡിയാക്കി വെച്ച പഴയില്ലേ, എണ്ണയിലിട്ടിട്ട് കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ കുറച്ചധികം ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഗീ ആണെങ്കിൽ ഗീയിലും ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. നമ്മൾ ഓയിൽ ചെയ്യുമ്പം പഴം മൊത്തത്തിൽ ഇതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. പിന്നെ ഈ ഒരു കളറായിട്ട് വന്നു കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലാമറ്റും വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടിതാ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുക. നമ്മൾ ബീറ്റാക്കി വെച്ച മുട്ടയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. നമ്മൾ ഉന്നക്കായെല്ലാം ചെയ്യൂലേ, നമ്മൾ കണ്ണൂർ ഭാഗത്ത് മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഉന്നക്കായ ചെയ്യൽ. അതുപോലെ നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. ഈ ഒരു പരുവമായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരത്തെ കത്തി വെച്ചിട്ട് വരയിട്ട് കൊടുത്തിട്ടില്ലേ പഴത്തിൻ്റെ നടുവിലായിട്ട്, അത് ഒന്ന് ഓപ്പൺ ആക്കുക. അതിലേക്ക് ഈ ഒരു ഫില്ലിങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച കാഷ്യൂനട്ടില്ലേ, അതിന് മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഒരു കാഷ്യൂനട്ട് അങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അടിപൊളിയാണ്, എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി വെക്കാം. ഇനിയിപ്പം അടുത്ത റെസിപ്പി കാണിക്കാം. ഞാനിപ്പോൾ ഇതാ എല്ലോടുകൂടിയ ചിക്കന് ചെറുതായിട്ട് കട്ടാക്കി എടുത്തത് 1/4 കിലോന് 2-3 പച്ചമുളക്, 2 മീഡിയം സൈസിലുള്ള ഉള്ളി, കറിവേപ്പില, ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനിയിപ്പം ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൽ കാണിച്ചിനോന്ന് അറിയില്ല, ഒരു മുട്ട ഞാൻ അങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല പൗഡറും കുറച്ച് വിനെഗറും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് ക്രഷ് ചെയ്തതുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ചൂടായ എണ്ണയിൽ നമ്മൾ പക്വാട എല്ലാം ചെയ്യൂലേ, ഉള്ളിവട, അതുപോലെ ചെയ്തെടുക്കുക. ഇത് ചിക്കൻ പക്വാട എന്ന് പറയും, പക്കോറ എന്ന് പറയും. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് മുട്ട വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. വേവിച്ച മുട്ട ചെറുതായിട്ട് കട്ടാക്കി വെച്ചിട്ട് ഇതേ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ കാണിച്ച റെസിപ്പീസാണ്. പക്ഷേ ഒരുപാട് പേര് പെട്ടെന്ന് ഗസ്റ്റ് എല്ലാം വന്നാൽ ഉണ്ടാക്കുന്ന കുറച്ച് റെസിപ്പീസ് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിന്, അതുകൊണ്ട് ഷെയർ ആക്കിയതാണ്. ഇനിയിപ്പോൾ അടുത്ത റെസിപ്പി, ഇതാ 3 മുട്ട വേവിച്ചിട്ട് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നല്ലോണം ഇത് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ സൈസിലുള്ള സവാള എടുത്തിട്ട് ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ചധികം മല്ലിയിലയും കൂടി ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും പിന്നെ മയോണൈസ് ഉണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണും അല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണും എല്ലാം മയോണൈസും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇതിൽ കെച്ചപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്. സൈഡ് കട്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡ് കട്ടാക്കാം. എന്നിട്ട് ഇതാ നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങില്ലേ, അത് ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇത് ചെയ്തെടുക്കാൻ കുറച്ചുകൂടി വലിയ ബ്രെഡാണ് നല്ലത്. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പെട്ടെന്നെല്ലാം ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സാൻഡ്വിച്ചാണ്. മുട്ടയും ബ്രെഡെല്ലാം വേണ്ടു. പിന്നെ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കെച്ചപ്പിന് പകരം തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ബട്ടറും കൂടി സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാനിൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ടോസ്റ്ററിൽ വെച്ചിട്ടോ ഒന്ന് ചൂടാക്കി എടുക്കുക. 2 ഭാഗവും ഒരുപോലെ, 2 ഭാഗത്തും ബ്രെഡിൻ്റെ 2 സൈഡിലും ബട്ടർ വരട്ടി കൊടുക്കണം കേട്ടോ. ബട്ടറോ ഗീയോ വരട്ടി കൊടുക്കുക. ബട്ടർ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആവും. എന്നിട്ട് 2 ഭാഗം ഒരുപോലെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതാ 2 ഭാഗം ഒരുപോലെ കളർ ചേഞ്ച് ആയിട്ട് വന്നതിന് ഇത് പാനിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ചെറിയ പീസ് 4 ഭാഗമായിട്ട് കട്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ടാക്കി എടുക്കുക. ഞാനിപ്പം 2 ആയിട്ടാണ് കട്ടാക്കി എടുക്കുന്നത്. കുട്ടികൾക്കും അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ ഗസ്റ്റെല്ലാം വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതല്ലേ. നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയില്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക, അടിപൊളിയാണ്. ഇനിയിപ്പം അടുത്ത സ്നാക്ക് കാണിക്കാം കേട്ടോ.
അപ്പോൾ അടുത്തത് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാൻ കാടമുട്ടയാണ് എടുത്തിട്ടുള്ളത്. കാടമുട്ട വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ കാടമുട്ട മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കുക. എന്നിട്ട് ഇത് നല്ലോണം വേവിക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേവിച്ചെടുക്കലാണ്. പിന്നെ കാടമുട്ട ഫ്രൈ ആക്കുന്നതെല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. ഞാനിതാ മൊത്തത്തിൽ തൊലി കളഞ്ഞെടുക്കലാണ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മാത്രം, പിന്നെ കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി അതിലിട്ടിട്ട് നല്ലോണം ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കലാണ്. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ എല്ലാം കൂടി തൊളിച്ചെടുക്കലാണ്. ഈ ഒരു കാടമുട്ടയിൽ എൻ്റെ മോൻക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ. അതിൻ്റെ കൂടെ ഒരു കൊള്ളിയും കൂടി കുത്തി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നല്ലോണം കഴിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റ് അല്ലേ. നമ്മൾ സാധാ മുട്ട കഴിക്കുന്നതിലും കുട്ടികൾ ഇങ്ങനത്തെ ടൈപ്പ് മുട്ട എല്ലാം നമ്മൾ വേവിച്ചിട്ട് കുക്കാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടം ഇങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും. ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും ചെയ്യാത്തവരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഇതാ ഞാൻ കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് ചതച്ചിട്ട്. എന്നിട്ട് പാന് ചൂടാക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ഏതോ ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് മുട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. ഇനിയിപ്പം അടുത്ത സ്നാക്ക് കാണിക്കാം. അതിനായിട്ട് ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതാ 2-3 ക്യാരറ്റും 2-3 ഉരുളക്കിഴങ്ങും 2 വലിയ ക്യാരറ്റും കൂടി ചെറുതായിട്ട് കട്ടാക്കി എടുത്തതാണ്. ഒരളവിലെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഇതിലെ എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ സ്നാക്കാണ്. ഇത് ഞാൻ 1 വർഷമായി ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നോമ്പിൻ്റെ എല്ലാം ടൈം ഉമ്മ ഈസി ആയിട്ട് ഉണ്ടാക്കി തരുന്നൊരു സ്നാക്കാണ്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. കുരുമുളകോ ഗരം മസാല പൗഡറോ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ കുക്ക് ചെയ്യുമ്പം ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ചോദിക്കും, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിലൂടെ നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ ഫില്ലിങ് റെഡിയാക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ അത് വേവിച്ചെടുക്കലാണ്. നമ്മൾ തോരനെല്ലാം ചെയ്യൂല, അതുപോലെ വേവിച്ചെടുക്കുക. ആ ഒരു ടൈമിൽ ഞാൻ മുട്ട വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് മുട്ട ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ആ ഒരു ഫില്ലിങ്ങിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനല്ലേ ഇത്ര അളവ് ഞാൻ കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് ക്യാരറ്റ് ഉരുളക്കിഴങ്ങോ എത്ര വേണോ അതിനനുസരിച്ച് മുട്ട കൊടുക്കുക കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വേവിച്ചെടുത്ത ചിക്കനോ ഫ്രൈ ആക്കി എടുത്ത ചിക്കനോ ചേർത്ത് കൊടുക്കുക. പക്ഷേ മുട്ട വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റെല്ലാം കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഞാനിതാ ചെറുതായിട്ട് കട്ടാക്കി മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി വെന്ത ടൈമാണ് കേട്ടോ. ഇതിലേക്ക് മുട്ടയും മല്ലിയിലും ഇട്ട് കൊടുത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പിന്നില്ലേ ഇത് നമ്മൾ സാധാ ഇറച്ചിയുടെ എല്ലാം ചെയ്യൂലേ, നമ്മളെ കണ്ണൂർ സ്റ്റൈൽ ഇറച്ചിപ്പത്തിരി എന്നെല്ലാം പറയും. അതുപോലെ മൈദ കുഴച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുക. ഇതാ സമൂസ ഷീറ്റില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് റോൾ ഷീറ്റില്ലേ അതെടുക്കുക, കുഴപ്പമൊന്നുമില്ല. എങ്ങനെയായാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ മൈദയും ഉപ്പെല്ലാം ചേർത്തിട്ട് കുഴച്ചെടുക്കൂലേ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റിയും പെർഫെക്റ്റും ആവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി പാക്കെല്ലാം പൊളിച്ചിട്ട് വെക്കലാണ്. പിന്നെ സമൂസ നമ്മൾ സാധാ ചെയ്യൂലേ ആ ഒരു ഫില്ലിങ് വെച്ചിട്ട്, അതെല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, സെയിം അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുക്കലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു മുട്ടൻ്റെ ഫില്ലിങ്ങിന് പകരം ചിക്കന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും അടിപൊളിയാണ്. ചെമ്മീൻ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ മുട്ടയാകുമ്പം എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാകുന്ന തന്നെയല്ലേ, അപ്പം അത് വെച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങനെ ചെയ്തെടുക്കലാണ്. നമുക്ക് വിരുന്നാരെല്ലാം വന്നാലില്ലേ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇനി നമ്മൾ സാധാ സമൂസയെല്ലാം ഫ്രൈ ആക്കൂലേ, അതുപോലെ തന്നെയാണ് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഓരോന്നായിട്ട് ഗോൾഡൻ കളറാകുന്നത് വരെ, ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ചൂട് ചായൻ്റെ കൂടെ കോഫീൻ്റെ കൂടെ എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരുപാട് ടിപ്സും ട്രിക്സും അങ്ങനെ ഈസി ആയിട്ട് പണികൾ തീർക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടുനോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.